ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഫ്രില്ലഡ് ടോപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1 മീറ്റർ പ്രിന്റഡ് ക്ലോത്തും 1/2 മീറ്റർ ലൈനിങ് ക്ലോത്തുമാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. 4 വയസ്സായ ഒരു കുട്ടിയുടെ അളവിലാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. ബോഡി പാർട്ട് ന്യൂസ് പേപ്പറിൽ ആദ്യം നമുക്ക് അളവെടുക്കാം. 9 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഷോൾഡർ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 5 ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ചെടുക്കുക. ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കണം. ചെസ്റ്റ് 6.5 പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. വേസ്റ്റ് 6 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് ഇട്ട് കൊടുത്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. അവിടെ കോർണറിൽ വെച്ച് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. നെക്ക് വൈഡ് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് താഴോട്ടേക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ബാക്ക് നെക്ക് ലെങ്ത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. നെക്ക് കട്ട് ചെയ്യരുത്, ബാക്കി വശം കട്ട് ചെയ്തെടുക്കുക. ക്ലോത്ത് ഡബിൾ ഫോൾഡിൽ മടക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ന്യൂസ് പേപ്പറിൻ്റെ ഭാഗം വെച്ചിട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ലൈനിങ്ങിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ വശവും നെക്കിൻ്റെ വശവും നമ്മൾ നോച്ചിട്ട് കൊടുക്കണം ഇതുപോലെ. ഇനി ഡബിൾ ഫോൾഡിൽ മടക്കിയിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക. 14 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ അളവുകളും നമ്മൾ ബോഡി പാർട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളത് പോലെ തന്നെയാണ്. ചെസ്റ്റും വേസ്റ്റും സീം അലവൻസോട് കൂടിയിട്ടാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഷേപ്പ് ചെയ്ത് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ലൈനിങ്ങിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴോട്ടേക്ക് ഫ്രില്ലിടാനുള്ള ക്ലോത്താണ് ഇനി നമ്മൾ കട്ട് ചെയ്യാനുള്ളത്. അത് 13ൻ്റെ 4 ഇരട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ക്ലോത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കിയിട്ട് 13 മാർക്ക് ചെയ്യുക. ഇനി താഴോട്ടേക്ക് ലെങ്ത്ത് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തത് സെക്കൻഡ് ലെയർ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി വെച്ച് 15 വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ലെങ്ത്ത് 7 ഇഞ്ചും മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം. അടുത്തതായി നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഡബിൾ ഫോൾഡ് ചെയ്ത് ക്ലോത്ത് നമ്മൾ ആം ഹോൾ കട്ട് ചെയ്ത ഭാഗം വെച്ച് ആണ് ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ വരച്ചെടുക്കുന്നത്. ലെങ്ത്ത് 4.5 ഇഞ്ച് സീം അലവൻസോട് കൂടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സ്ലീവ് റൗണ്ട് 4 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും
മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കറക്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴോട്ടേക്ക് നമുക്ക് ഫ്രില്ലിടാനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. താഴ്ഭാഗത്തേക്കുള്ള ഇതിൻ്റെ വിടുത്ത് സ്ലീവിൻ്റെ വിടുത്തിൻ്റെ കറക്റ്റായിട്ട് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതും കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ്. ഒരു ലെയറും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വിടുത്ത് സെയിമും ലെങ്ത്ത് 4 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടിൻ്റെയും താഴ്ഭാഗം മടക്കി തയ്ച്ച് ഈ വലിയ ഫ്രില്ലിൻ്റെ മുകളിൽ ചെറിയ ഫ്രില്ല് വെച്ചിട്ട് ഒരുപോലെ തന്നെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കുന്നത്. ഇങ്ങനെ പ്ലീറ്റ് ഇട്ടെടുക്കുകയാണ് വേണ്ടത്. ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ തയ്ച്ചെടുക്കാം. സ്ലീവ് തയ്ച്ചെടുത്തു. ഇനി അടുത്തത് ബോഡി പാർട്ടാണ് ചെയ്തെടുക്കുന്നത്. ബോഡി പാർട്ടിൻ്റെ നെക്ക് നമ്മൾ ബാക്കും ഫ്രണ്ടും തയ്ച്ചെടുക്കുക. നെക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ ചെരിച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇത് മറിച്ചിടണം. നല്ല വശത്തേക്ക് മറിച്ച് നമുക്കിത് ഫ്രണ്ട് ഭാഗം പ്രസ് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് നമ്മളിങ്ങനെ 2.5 ഇഞ്ച് താഴോട്ടേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ബാക്ക് പാർട്ട് മറിച്ചെടുക്കാൻ. ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ ആണത്. ബാക്ക് നെക്ക് നമ്മളിപ്പോൾ പ്രസ് ചെയ്ത് അടിച്ചെടുക്കണ്ട. ഷോൾഡർ കൂട്ടിയതിന് ശേഷമാണ് പ്രസ് ചെയ്ത് അടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടാം. നല്ല വശം ഉൾഭാഗത്തേക്കാക്കി വെച്ചിട്ട് ലൈനിങ് പാർട്ട് മാത്രം അങ്ങോട്ട് മറിച്ചു കൊടുത്ത് ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ കൂട്ടിയെടുക്കാൻ. അപ്പോൾ നല്ല നീറ്റിൽ നമുക്ക് ഷോൾഡർ കൂട്ടിക്കിട്ടും. ഷോൾഡർ കൂട്ടി ഇനി നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. നെക്കിൻ്റെ ഈ ഭാഗമൊക്കെ നമ്മളിങ്ങനെ കൈകൊണ്ടൊന്ന് റെഡിയാക്കിയെടുക്കുക. ഇനി ഷോൾഡർ മുതൽ ബാക്ക് നെക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് വശം നമുക്ക് കൂട്ടിയെടുക്കാം. ലൈനിങ് ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ് പാർട്ടും ബോഡി പാർട്ടും വേറെ വേറെ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. സൈഡിലും അടിച്ചെടുത്തതിന് ശേഷം നല്ല വശത്തേക്ക് നമുക്ക് മറിച്ചിട്ട് നോക്കാം. ഇപ്പം നമ്മളിതാ ഇവിടെ സൈഡ് അടിച്ചെടുത്തു. ഇനി നമുക്ക് താഴോട്ടേക്കുള്ള ഫ്രില്ലും ആണ് ചെയ്തെടുക്കേണ്ടത്. ഫ്രിൽ ചെയ്തെടുക്കാനുള്ള ക്ലോത്തിൻ്റെ സൈഡും താഴ്വശവും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ റൗണ്ട് ചെയ്ത് ഫ്രില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് ഈ സെൻറ്റർ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. അതുപോലെ ഈ ഭാഗത്തും ഇതുപോലെ തന്നെ നമുക്ക് താഴോട്ടേക്കുള്ള ക്ലോത്തിനും മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് പ്ലീറ്റ് 4 വശത്തും ഒരുപോലെ പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്.
ബോഡി പാർട്ടിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിത് പ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൈഡ് ഭാഗവും ഒപ്പം വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ചെറിയ പ്ലീറ്റുകളായിട്ട് ഇട്ട് കൊടുക്കണം. സെൻറ്റർ ഭാഗവും കറക്റ്റ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്തെടുക്കുന്നത് ലൈനിങ്ങിൻ്റെ മുകളിലായിട്ടാണ്. ലൈനിങ്ങിൻ്റെ അറ്റത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതും 4 മടക്കി സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ഇതേപോലെ അളവെടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇതിൽ കാണുന്നത് പോലെ പ്ലീറ്റ് ചെയ്തെടുക്കുക. സൈഡ് ഭാഗവും തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് റൗണ്ട് ചെയ്ത് പ്ലീറ്റ് ചെയ്തെടുക്കുക. സ്ലീവാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. സ്ലീവിൻ്റെ സൈഡ് ഭാഗം അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് നമുക്ക് ആം ഹോളിൻ്റെ അളവ് നോക്കാം. ഷോൾഡർ മുതൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ആം ഹോളിൻ്റെ അളവെടുത്തിട്ട് അതേ അളവാണ് നമ്മൾ സ്ലീവിലും മാർക്ക് ചെയ്ത് സൈഡ് കൂട്ടേണ്ടത്. ഫൈവ് ഇഞ്ചാണ് നമുക്ക് അളവെടുത്തിട്ട് കിട്ടിയിട്ടുള്ളത്. ആ 5 ഇഞ്ച് നമ്മൾ സ്ലീവിലും മാർക്ക് ചെയ്യുക. എന്നിട്ട് സൈഡ് കൂട്ടിയടിക്കുക. സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആം ഹോളിൻ്റെ ഭാഗത്തു നിന്നുമാണ് നമ്മൾ തയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്ലീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അറിയാത്തവർക്ക് ചെസ്റ്റിൻ്റെ സൈഡ് കുറച്ച് കഴിച്ചിട്ട് സ്ലീവ് ചെയ്തെടുത്തതിന് ശേഷം സൈഡ് അടിച്ചെടുത്താൽ മതി. ഫ്രില്ലഡ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്കാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.